കേരളം ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പാറ എന്ന സ്ഥലം. ഇവിടെ 2025 ഫെബ്രുവരി മാസം 8-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി അവിടെയുള്ള കൃഷിപ്പാടത്തുകൂടെ കുറച്ചുപേർ നടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് ആ പാടത്തിന് അരികിലായി ഒരാൾ കിടക്കുന്നത് കാണുന്നു. അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ അത് ആ ഏരിയയിലുള്ള ദിനേശ് എന്നയാളായിരുന്നു. അയാൾക്ക് 53 വയസ്സ്. ദിനേശ് നന്നായി മദ്യപിക്കുന്നയാളാണ്. ഒരു പക്ഷെ മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് കിടപ്പുണ്ടാകും എന്ന് കരുതി ചിലർ അത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയി. എന്നാൽ ചിലർ അടുത്തു വന്ന് ദിനേശിനെ ഉണർത്താൻ ശ്രമിച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ദിനേശ് ബോധം നഷ്ടമായി കിടക്കുന്നതല്ല, അയാൾ മരിച്ചുവെന്ന്. ഉടനെ പോലീസിനെയും കുടുംബത്തെയും വിവരം അറിയിച്ചു. പോലീസ് വന്ന് നോക്കിയപ്പോഴും ആദ്യം അവർ ചിന്തിച്ചത് നന്നായി മദ്യപിച്ച് ഒരുപക്ഷെ ലിവർ കിഡ്നി എല്ലാം ഫെയിലിയർ ആയിട്ടുണ്ടാകും, അങ്ങനെ മരിച്ചതായിരിക്കുമെന്ന്. അങ്ങനെ ഡെഡ് ബോഡി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എപ്പോഴത്തെയും പോലെ ഓട്ടോപ്സി ചെയ്യാനും അയച്ചു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുൻപ് തന്നെ അയാളുടെ കുടുംബാംഗങ്ങൾ ഡെഡ് ബോഡി തിരികെ വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടു. പോലീസിന് ഈ മരണത്തിൽ മറ്റ് സംശയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഡെഡ് ബോഡി തിരികെ നൽകി. അങ്ങനെ അവസാന ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ദിനേശിന്റെ ഡെഡ് ബോഡി ദഹിപ്പിച്ചു. എന്നാൽ അവസാന ചടങ്ങുകൾക്ക് ശേഷമാണ് ഓട്ടോപ്സി റിപ്പോർട്ട് പോലീസിന്റെ കൈകളിൽ വരുന്നത്. ഒരുപക്ഷെ നന്നായി മദ്യപിച്ച് മരിച്ചിട്ടുണ്ടാകും എന്ന് കരുതിയ പോലീസുകാർക്ക് ഓട്ടോപ്സി റിപ്പോർട്ടായിരുന്നു വലിയ ഞെട്ടലുണ്ടാക്കിയത്. അയാൾ കുടിച്ചല്ല മരിച്ചത്, വൈദ്യുതാഘാതമേറ്റാണ് മരിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ആ വയൽപ്പാടത്ത് ഫോറൻസിക് ടീം പോകുന്നു. ദിനേശ് കിടന്ന സ്ഥലം പരിശോധിച്ചു. അവിടെ ഇലക്ട്രിക് വയറുകളോ അല്ലെങ്കിൽ പോസ്റ്റോ വൈദ്യുതാഘാതം ഏൽക്കാൻ തക്കവണ്ണമുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കളോ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. പക്ഷേ അങ്ങനെ സംശയിക്കത്തക്ക ഒന്നും തന്നെ അവർക്ക് അവിടെ നിന്ന് ലഭിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു പക്ഷെ കൊലപാതകമായിരിക്കുമോ? ഇതൊരു ആക്സിഡന്റോ നാച്ചുറൽ ഡെത്തോ അല്ല, തീർച്ചയായും ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് വിശ്വസിച്ചു. പക്ഷെ ആരത് ചെയ്തിട്ടുണ്ടാകും? കൊന്നതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാണോ? മറ്റെവിടെയെങ്കിലും വെച്ച് അയാൾക്ക് ഷോക്ക് ഏറ്റിട്ട് പിന്നീട് കൊന്നവർ അയാൾ ഇവിടെ കൊണ്ടുവന്നാക്കിയതാണോ? പല ചോദ്യം പോലീസിന്റെ മനസ്സിൽ വരാൻ തുടങ്ങി. വളരെ രഹസ്യമായി അവരത് അന്വേഷിക്കാനും തുടങ്ങി. തീർച്ചയായും കൊലപാതകി ഈ നാട്ടിലെ ആരെങ്കിലും തന്നെ ആയിരിക്കാം. പോലീസിന്റെ നീക്കങ്ങൾ ഒരു പക്ഷെ അവൻ നിരീക്ഷിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് എല്ലാം രഹസ്യമായിരിക്കണമെന്ന് പോലീസും തീരുമാനിച്ചു. ആദ്യം പോലീസ് ഇക്കാര്യം ദിനേശിന്റെ ഭാര്യയോടും കുടുംബത്തോടും പറഞ്ഞപ്പോൾ അതവർ വലിയ കാര്യമാക്കിയില്ല. കാരണം അയാൾ വീട്ടിലുള്ളതും ഇല്ലാത്തതും എല്ലാം ഒരുപോലെ തന്നെയാണ്. കുടിച്ച് സ്വയം നശിച്ചത് മാത്രമല്ല, കുടുംബത്തെ മുഴുവനും നശിപ്പിച്ചു. ഇപ്പോ അയാൾ ഷോക്കടിച്ച് മരിച്ചുവെന്ന് നിങ്ങൾ പറയുന്നു, ഇപ്പോൾ വന്ന് കൊലപാതകമാണെന്നും പറയുന്നു. ഇനി എങ്ങനെ മരിച്ചാലും അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഇനി അയാൾ മരിക്കാതിരുന്നെങ്കിൽ കൂടിയും കുറച്ച് മാസത്തിൽ മരിക്കുമായിരുന്നു. അത്രത്തോളമാണ് മദ്യപാനശീലം. ഇങ്ങനെയായിരുന്നു കുടുംബം പറഞ്ഞത്. പക്ഷേ സംഭവിച്ചതൊരു കൊലപാതകമാണെങ്കിൽ തീർച്ചയായും കുറ്റവാളിയെ കണ്ടുപിടിക്കണം. അതിനാണ് പോലീസ് ഉള്ളത്. അതിനാൽ പോലീസ് ചുറ്റുമുള്ള അയൽവാസികളോട് അന്വേഷിച്ചപ്പോൾ അവർക്കൊരു പ്രധാനപ്പെട്ട ക്ലൂ ലഭിച്ചു. അവസാന ചില വർഷങ്ങളായി ദിനേശും കിരൺ എന്ന ഒരു വ്യക്തിക്കുമിടയിൽ വലിയൊരു പ്രശ്നമുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് ഇവർ രണ്ടുപേരും വഴക്കിടുന്നത് അയൽവാസികൾ തന്നെ കണ്ടിട്ടുണ്ട്. കിരണിന് 27 വയസ്സ്. എന്തിനു വേണ്ടി ഇവർ രണ്ടുപേരും വഴക്കിടണം എന്ന് ചോദിക്കുമ്പോഴാണ് ദിനേശ് എന്ന 53 വയസ്സുകാരനും കിരണിന്റെ അമ്മയായ അശ്വമ്മയ്ക്കും ഇടയിൽ ഒരു രഹസ്യ ബന്ധമുണ്ടായിരുന്നു. ഇക്കാരണത്താലായിരുന്നു കിരൺ ദിനേശുമായി വഴക്കുണ്ടാക്കുന്നത്. കിരണിന്റെ അച്ഛന്റെ പേര് കുഞ്ഞുമോൻ. ഇപ്പൊ പോലീസിന്റെ എല്ലാ ശ്രദ്ധയും കിരണിലേക്ക് പോകുന്നു. ദിനേശിന്റെ വീട്ടിൽ നിന്നും കുറച്ചു മാറിയാണ് കിരണിന്റെ വീടുമുള്ളത്. അങ്ങനെ കിരണിനെ കുറിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് പോലീസ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. കിരൺ ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു. ആ ഏരിയയിലെ എല്ലാ വീടുകളിലെയും ഇലക്ട്രിക്കൽ പണി നോക്കുന്നത് കിരണാണ്. വളരെ ശാന്തമായ പ്രകൃതം, എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറും. പക്ഷെ പോലീസിനും ഇവിടെ തന്നെയാണ് ഒരു സംശയം വന്നത്. കിരൺ ഇലക്ട്രീഷ്യനാണ്, ദിനേശും വൈദ്യുതാഘാതമേറ്റാണ് മരിച്ചിരിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു പകയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ കിരണിനെ ചോദ്യം ചെയ്താൽ എന്തെങ്കിലും ഒരു തെളിവ് ലഭിക്കുമെന്ന് പോലീസ് ചിന്തിച്ചു. എന്നാൽ പെട്ടെന്ന് ചെന്ന് ഒരാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. അതിനൊരു അറസ്റ്റ് വാറന്റ് വേണം, പ്രൊസീജിയർ ഉണ്ട്. അതിനു മുൻപ് കിരൺ തന്നെയാണോ കുറ്റവാളി എന്നത് തെളിവോടുകൂടി കണ്ടെത്തുകയും വേണം. വീണ്ടും പോലീസിന് അറിയേണ്ട ഒരു കാര്യം, കിരണിന്റെ അമ്മ അശ്വമ്മയ്ക്കും ഈ ദിനേശിനും ഇടയിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നോ? അതോ കിരണിന്റെ വെറും ചിന്ത മാത്രമായിരുന്നോ അത്? കിരണും ദിനേശും തമ്മിൽ മറ്റേതെങ്കിലും പ്രശ്നം കാരണം വഴക്കുണ്ടാക്കിയിട്ടുണ്ടാകാം. പക്ഷെ കാണുന്നവർ ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി പറയുന്നതായിരിക്കാം. ഇതിന്റെ എല്ലാം ഉത്തരം പോലീസിന് അറിയേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ കഴിയുന്നത്ര തെളിവുകൾ ശേഖരിച്ചു. എന്നിട്ട് എൻക്വയറി ചെയ്യാനായി ഒരു വാറന്റ് വാങ്ങി. കിരണിനെയും അവന്റെ അമ്മ അശ്വമ്മയെയും അച്ഛനായി കുഞ്ഞുമോനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവരെ പ്രത്യേകം ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആദ്യം അശ്വമ്മയെ ചോദ്യം ചെയ്തു. പോലീസിനിപ്പോൾ അറിയേണ്ടതെല്ലാം ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ അങ്ങനെ ഒരു രഹസ്യബന്ധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അശ്വമ്മ അതിനെ സമ്മതിച്ചു. അതെ, എനിക്കും ദിനേശിനും ഇടയിൽ ഒരു രഹസ്യബന്ധം ഉണ്ടായിരുന്നു.
ഇത് കാരണം പലതവണ എൻ്റെ മകൻ പ്രശ്നമുണ്ടാക്കാൻ പോയിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, കൃത്യം ഒരു 5 വർഷങ്ങൾക്ക് മുൻപ്, തൻ്റെ ഭർത്താവ് രാവിലെ ജോലിക്ക് പോയാൽ രാത്രി 12-1 മണിയാകും ജോലിക്ക് വരാൻ. അദ്ദേഹത്തിൻ്റെ ജോലി അങ്ങനെയാണ്. അങ്ങനെ അദ്ദേഹം 12 മണിക്കൊക്കെ വന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ച് ഹാളിൽ തന്നെ കിടന്നുറങ്ങും. ഞങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു കടയിൽ പോയി വരുന്ന സമയത്ത് ദിനേശിനെ കണ്ടത്. ദിനേശ് എന്നെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹമാണ് കൂടുതലായും എന്നോട് വന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. പിന്നീട് അതൊരു സൗഹൃദമായി. ദിനേശിന് എന്നോടുള്ള താല്പര്യം എന്താണെന്ന് ഞാൻ ദിവസം പോകുന്തോറും മനസ്സിലാക്കി. രാത്രി 12 മണിക്ക് മുൻപ് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ പിന്നെ രാവിലെ മാത്രമേ പുറത്തേക്ക് പോകാൻ സാധിക്കൂ. അതിന് സമ്മതമാണെങ്കിൽ വീട്ടിലേക്ക് വരാനും ഞാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാ ദിവസവും രാത്രി ഭർത്താവ് വീട്ടിൽ വരുന്നതിന് മുൻപ് പുറകുവശത്തെ വാതിൽ ഞാൻ തുറന്നിടും. ദിനേശ് അകത്തേക്ക് ആരും അറിയാതെ വരും. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും മുറിയിൽ കയറി വാതിലടയ്ക്കും. അടുത്ത ദിവസം രാവിലെ മകനും ഭർത്താവും രാവിലെ ജോലിക്ക് പോയതിനു ശേഷമാണ് ദിനേശ് വീട്ടിൽ നിന്നും പോകാറ്. ദിനേശിന് ജോലിയോ കൂലിയോ ഒന്നുമില്ല, എപ്പോഴും മദ്യപിക്കും. അതൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം. എങ്കിലും എൻ്റെ ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ അയാളെ ഉപയോഗിച്ചുവെന്ന് അവർ തുറന്നു തന്നെ സമ്മതിച്ചു. ഇക്കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ മകൻ ഒന്നും പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ മകൻ എന്നോട് ഒരുപാട് തവണ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു വലുത്. മകൻ പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കിയില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ യാതൊരു കൂസലുമില്ലാതെ കല്ലുപോലെയായിരുന്നു അവരെല്ലാം പറഞ്ഞത്. പിന്നീട് പോലീസ് ചോദ്യം ചെയ്തത് അശ്വമയുടെ ഭർത്താവായ കുഞ്ഞുമോനെയാണ്. അദ്ദേഹം പറഞ്ഞത്, എനിക്കൊന്നും അറിയില്ല സാർ. ഞാൻ രാവിലെ ജോലിക്ക് പോയി രാത്രി തിരികെ വരികയുള്ളൂ. എൻ്റെ ജോലിയും അങ്ങനെയാണ്. പക്ഷെ എൻ്റെ ഭാര്യ എനിക്ക് വിശ്വാസമാണ്. നാട്ടുകാരനോട് പലതും പറഞ്ഞു, പക്ഷെ ഞാൻ ഒന്നും വിശ്വസിച്ചില്ല. എൻ്റെ ഭാര്യ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ഇപ്പൊ പോലീസിന് ഒരു കാര്യം മനസ്സിലായി. കുഞ്ഞുമോൻ എന്തായാലും ഭാര്യയെ അവിശ്വസിക്കില്ല. എന്നാൽ മകൻ പുറത്തേക്ക് ജോലിക്കൊക്കെ പോകുന്നുണ്ട്. നാട്ടുകാർ ഓരോന്ന് അവനോട് പറയും. എല്ലാം കേട്ട് അവന് സ്വയം ഒരു വെറുപ്പ് തോന്നി തുടങ്ങി. ഇതിനുശേഷമായിരുന്നു കിരണിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. സത്യത്തിൽ ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ 3 പേരും പോലീസിനോട് സഹകരിച്ചില്ല. പറയുന്ന മറുപടികളിൽ പല പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. പോലീസ് ശരിയായ രീതിയിൽ അവരുടേതായ ശൈലിയിൽ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു സത്യമെല്ലാം പറയാൻ തുടങ്ങിയത്. ഈ 3 പേർക്കും നന്നായി തന്നെ അറിയാം ദിനേശിനെ കൊന്നത് കിരൺ തന്നെയാണെന്ന്. കൂടാതെ 3 പേരും ചേർന്നാണ് ബോഡി ഡിസ്പോസ് ചെയ്തത്. ഇവരുടെ വീടിന് പുറകിലാണ് കൊലപാതകം നടന്നത്. കൊലപാതകം നടന്ന ശേഷം ആ വയൽപ്പാടത്തേക്ക് ഡെഡ് ബോഡി ഉപേക്ഷിച്ചാൽ ആരും മനസ്സിലാക്കില്ല, പോലീസ് കണ്ടെത്തില്ല എന്നവർ വിചാരിച്ചു. കിരണിനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പോലീസിനോട് പറഞ്ഞത്, ഒരു 5 വർഷത്തിന് മുൻപ് ഒരു ദിവസം രാത്രി ഞാൻ വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. രാത്രി ഒരു 2-3 മണി ആയിട്ടുണ്ടാകും. ഈ സമയത്ത് ആരാണ് വാതിൽ തുറന്നത് എന്ന സംശയത്തിൽ ഞാൻ വാതിൽ അടച്ചിട്ട് അകത്തേക്ക് കയറി. അച്ഛൻ ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കി. അച്ഛൻ ഹാളിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. ഒരുപക്ഷെ അമ്മ പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാകുമോ, മുറിയിൽ തന്നെ ഉണ്ടോ എന്നറിയാനായി ഞാൻ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. അപ്പോഴാണ് അമ്മയുടെ മുറിക്കുള്ളിൽ നിന്നും 2 പേർ സംസാരിക്കുന്ന ഒരു ശബ്ദം കേട്ടു. ഒന്ന് അമ്മയുടെ ശബ്ദമായിരുന്നു, മറ്റൊന്ന് അതാരുടേതാണെന്ന് എനിക്കറിയില്ല, ഒരു പുരുഷൻ്റെതായിരുന്നു. ഞാൻ വീടിന് പുറത്തേക്ക് ചെന്ന് അമ്മയുടെ മുറിയുടെ ജനാല ഒരല്പം തുറന്നു നോക്കി. അപ്പോഴായിരുന്നു അകത്ത് ദിനേശ് അമ്മയോടൊപ്പം ഇരിക്കുന്നത് ഞാൻ കണ്ടത്. എനിക്ക് ഒന്നും സംസാരിക്കാൻ തോന്നിയില്ല. ഞാൻ മരവിച്ചു പോയി. അന്നത്തെ രാത്രി എനിക്ക് ഉറക്കമേ ഇല്ലായിരുന്നു. രാവിലെ ഒരു 6 മണിയോടുകൂടി അച്ഛൻ ജോലിക്കായി വീട്ടിൽ നിന്നും പോയി. പിന്നീട് ദിനേശ് മുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന് വീട് വിട്ടുപോയി, പുറകുവശത്തെ വാതിൽ വഴി. ഇത് ഞാൻ കാണുകയും ചെയ്തു. എൻ്റെ അമ്മയോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ, നീ എന്താ സ്വപ്നം കണ്ടതാണോ എന്ന് എന്നോട് കള്ളം പറഞ്ഞു. ഇക്കാര്യങ്ങളെല്ലാം അമ്മ സമ്മതിക്കാൻ തന്നെ 6 മാസത്തോളമായി. ഇതെല്ലാം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ഒരുപാട് തവണ മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷേ അവരൊന്നിനും സമ്മതിച്ചില്ല. എനിക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങാനേ തോന്നിയില്ല. ആളുകളുടെ മുഖത്തേക്ക് നോക്കാനും സാധിച്ചില്ല. ഇക്കാര്യങ്ങളെല്ലാം എൻ്റെ അച്ഛൻ അറിയാമോ എന്ന് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ അച്ഛൻ്റെ മനസ്സെനിക്ക് അറിയാമായിരുന്നു. ചുറ്റുമുള്ളവർ എന്ത് സംസാരിച്ചാലും അദ്ദേഹം അത് കാര്യമാക്കില്ല. ഭാര്യയെ അച്ഛന് വലിയ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് ഞാനും ഒന്നും പറയാൻ പോയില്ല. എങ്ങനെയെങ്കിലും ഞാൻ തന്നെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ചിന്തിച്ചു. ഒരു ദിവസം ദിനേശിന്റെ വീട്ടിലേക്ക് ചെന്ന് അയാളുടെ കുടുംബത്തിന്റെ മുൻപിൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അയാളുമായി വഴക്കിട്ടു. അന്ന് ഞങ്ങൾക്കിടയിലുണ്ടായ വഴക്കിൽ അയാൾ കത്തിയെടുത്ത് എന്നെ കുത്തി. ഞാനും ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാൻ പോലും ഞാൻ ശ്രമിച്ചില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഇതൊരു വലിയ പ്രശ്നമായി മാറും. അതിനാൽ അന്നത്തെ ദിവസം ഞാനത് വലിയ കാര്യമാക്കിയില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് 27 വയസ്സായി. ഇപ്പോൾ ഞാൻ പദ്ധതി ഇടാൻ തുടങ്ങി, എങ്ങനെയെങ്കിലും അയാളെ കൊല്ലണമെന്ന്. മറ്റു വഴികളൊന്നും എനിക്കില്ലായിരുന്നു. ഷോക്കടിപ്പിച്ച് കൊല്ലാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. കാരണം എൻ്റെ ജോലിയിൽ അതെനിക്ക് എളുപ്പമാണ്. ദിവസവും രാത്രി വീടിൻ്റെ പിൻവശം വഴിയാണ് അയാൾ അകത്തേക്ക് വരുന്നത്. രാവിലെ തിരികെ പോകുന്നതും അതേ വഴി തന്നെ.
പിന്നെ എൻ്റെ വീടിന് പുറകിൽ എപ്പോഴും ഒരു ഈർപ്പമുണ്ടായിരിക്കും. മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ അവിടെ വെള്ളം തങ്ങി നിൽക്കും. ഇതൊക്കെ ഞാൻ എനിക്ക് അനുകൂലമാക്കി മാറ്റി. അങ്ങനെ ഞാൻ വീടിന് പുറകുവശത്ത് ദിനേശ് വരുന്ന വഴിയിൽ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നതിനുള്ള ഒരു കെണി ഒരുക്കി. അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ കറണ്ട് പാസ് ചെയ്യുന്ന ഒരു വയറിട്ടു. കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് പലതവണ ഞാൻ ഈ കെണി ഒരുക്കിയിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം അയാൾ രക്ഷപ്പെട്ടു. എന്നാൽ അന്നത്തെ ദിവസം ഫെബ്രുവരി മാസം 8-ാം തീയതി ശനിയാഴ്ച അയാൾ ആ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. അയാൾ ഷോക്കേറ്റ് പിടയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. അയാൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഞാൻ അച്ഛനോടും അമ്മയോടും വന്ന് കാര്യം പറഞ്ഞു. ഞാൻ ദിനേശിനെ കൊന്നു എന്ന്. രണ്ടുപേർക്കും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് മകൻ ഒരു കൊലപാതകയായല്ലോ എന്ന് അമ്മ പറഞ്ഞ് കരയാൻ തുടങ്ങിയത്. പക്ഷെ ആ കരച്ചിൽ പോലും എനിക്ക് യാതൊരു ആത്മാർത്ഥതയും തോന്നിയില്ല. അവസാനം ഞങ്ങൾ 3 പേരും ചേർന്ന് ഈ കൊലപാതകം മറയ്ക്കാൻ തീരുമാനിച്ചു. അച്ഛനും ഞാനും ചേർന്ന് അയാളുടെ ഡെഡ് ബോഡി കുറച്ച് മീറ്റർ അകലെയുള്ള ആ വയൽപ്പാടത്ത് കൊണ്ടുവന്നിട്ടു. അമ്മ വീട്ടിലുള്ള എല്ലാ തെളിവുകളും നശിപ്പിച്ചു. ഇങ്ങനെയായിരുന്നു ഞങ്ങളെല്ലാം പദ്ധതിയിട്ടത് എന്ന് കിരൺ പോലീസിനോട് പറഞ്ഞു. പോലീസിന് തുടക്കത്തിലൊരു സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാമെന്ന്. അങ്ങനെ തെളിവെടുപ്പിനായി കിരണിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനൊരു ഷോക്ക് അടിപ്പിക്കാനായി ഉപയോഗിച്ച വസ്തുക്കൾ, എന്തെങ്കിലും തെളിവുകൾ അവിടെ നിന്ന് ലഭിക്കുമോ എന്ന് നോക്കി. പക്ഷെ യാതൊരു തെളിവും ലഭിച്ചില്ല. അമ്മ വീട്ടിലുണ്ടായിരുന്ന എല്ലാ തെളിവുകളും നശിപ്പിച്ചു എന്ന് അവൻ പറഞ്ഞു. പിന്നീട് പോലീസ് ആ വീട്ടിലേക്ക് വാം ഡിറ്റക്ടറിനെയും ഡോഗ് സ്ക്വാഡിനെയും കൊണ്ടുവന്നു. വീട് മുഴുവനും പരിശോധിച്ചു. അങ്ങനെ അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്നുള്ളതിന്റെ ചെറിയ തെളിവൊക്കെ പോലീസിന് ലഭിച്ചു. ഈ ഒരു സംഭവം ചുറ്റുമുള്ള എല്ലാവരെയും വലിയ ഞെട്ടലാഴ്ത്തി. കിരണാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ആർക്കും വിശ്വസിക്കാനേ സാധിച്ചില്ല. അവസാനം പോലീസ് കിരണിനോട് ഒരേ ഒരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. എന്തായാലും പോലീസ് ഇതൊക്കെ പിടിക്കുമെന്ന് നിനക്ക് നന്നായി തന്നെ അറിയാം, പിന്നെയും എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തു? പോലീസിനെ നീ അത്രയേറെ വില കുറച്ച് കണ്ടോ എന്ന് ചോദിച്ചു. കിരൺ പോലീസിനോട് പറഞ്ഞത്, പോലീസ് എന്നെ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. ഒരു 10-15 വർഷം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്, സന്തോഷമാണ്. പക്ഷെ വീടിന് പുറത്തിറങ്ങിയ അയൽവാസികളുടെ മുഖം കാണാൻ എനിക്ക് വയ്യ. പുറത്തിറങ്ങുമ്പോൾ അമ്മയ്ക്കും ദിനേശിനും ഇടയിലുള്ള രഹസ്യബന്ധത്തെക്കുറിച്ച് ഓരോരുത്തർ എന്റെ മുഖത്ത് നോക്കി ചോദിക്കും. അതിനേക്കാളൊക്കെ ഭേദമാണ് ഞാൻ ജയിലിൽ കിടക്കുന്നത്. അങ്ങനെ ഒരു നരക ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിലും നല്ലത് ജയിൽ ജീവിതമാണ് എന്നവൻ പോലീസിനോട് പറഞ്ഞു. കിരണിന് 27 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ അമ്മയുടെ സ്വാർത്ഥത മൂലം സ്വന്തം മകന്റെ ജീവിതം തന്നെ അവസാനിച്ചു. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരേ ഒരു കാര്യം മാത്രം പറയുന്നു. എപ്പോഴെല്ലാമാണോ ഒരു തെറ്റായ ബന്ധം ആരംഭിക്കുന്നത്, അതെല്ലാം തീർച്ചയായും ഒരു ക്രൈമിൽ മാത്രമേ അവസാനിക്കൂ. അത് ഈ തെറ്റായ ബന്ധം തുടങ്ങുന്നവർ മാത്രമേ ക്രൈം ചെയ്യാവൂ എന്നൊന്നുമില്ല. അത് കാരണം ബാധിക്കപ്പെടുന്നവരും ഇങ്ങനൊരു ക്രൈം ചെയ്യാം. അത് മകനോ മകളോ അയൽവാസിയോ ആര് വേണമെങ്കിലും ആകാം. എന്നും തെറ്റായ ബന്ധം നമ്മുടെ ജീവിതം നശിപ്പിക്കാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കുമെന്ന് ചിന്തിക്കുക. കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന ഈ സ്നേഹവും പരിഗണനയും ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ബന്ധത്തെ തേടിപ്പോകുന്ന ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു അവസാനമായിരിക്കും കാത്തിരിക്കുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസിന് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കേസുമായി വീണ്ടും കാണാം.